പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിൻ്റെ 2-factor authentication എനേബിൾ ചെയ്തതിന് ശേഷം ആ അക്കൗണ്ട് മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ നേരത്ത് 2-factor authenticationൻ്റെ കോഡ് മറന്നു പോവുകയോ അല്ല ബാക്കപ്പ് കോഡ് മറന്നു പോവുകയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അക്കൗണ്ട് റിക്കവറി ചെയ്യുന്നത് എന്നുള്ളതാണ്. അക്കൗണ്ട് റിക്കവറി ചെയ്യുന്ന രീതിയും 2-factor വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം അതിനായിട്ട് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആക്കണം. ആദ്യം തന്നെ ഞാനിവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ആയിരിക്കുന്ന അക്കൗണ്ടിലോട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അക്കൗണ്ടിൽ 2-factor authentication എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP ചെന്നതിന് ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് കയറി വരാനായിട്ട് സാധിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2-factor authentication ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന 5 ബാക്കപ്പ് കോഡുകളിൽ ഏതെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ അക്കൗണ്ട് മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2-factor വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാനായിട്ട് ട്രൈ അനദർ വേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സെൻഡ് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നൊരു ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ 2-factor authentication എനേബിൾ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP വന്നതിന് ശേഷം ആ OTP എൻ്റർ ചെയ്തുകൊണ്ട് കൺഫേം കൊടുത്ത് നമുക്ക് അക്കൗണ്ടിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വഴി അറിയില്ല, അല്ലെങ്കിൽ ആ കോഡ് മറന്നുപോയി, അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ബാക്കപ്പ് കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ ബാക്കപ്പ് കോഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് കയറി വരാൻ സാധിക്കും. ഇനി അതെല്ലാം മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഗെറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ ആയിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ഒരു സെൽഫി വീഡിയോ വെരിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് സെൽഫി വീഡിയോ യൂസ് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സെൽഫി വീഡിയോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അക്കൗണ്ട് റിക്കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. യെസ് ടേക്ക് എ സെൽഫി വീഡിയോ ടു കൺഫേം മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഇമെയിൽ ID ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ഡിവൈസിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു ഡിവൈസിലുള്ളതോ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഇമെയിൽ IDയിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. ഞാനിവിടെ ഒരു ഇമെയിൽ ID കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഇമെയിൽ ID ജിമെയിലിൽ ചെന്നുകൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 അക്ക കോഡ് വന്നിട്ടുണ്ടാകും. ആ കോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് സെൽഫി വീഡിയോക്കുള്ള ആദ്യ ഘട്ടത്തിലെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു 6 അക്ക കോഡ് എൻ്റെ ജിമെയിലിലോട്ട് വന്നിട്ടുണ്ട്. ആ ജിമെയിലിലോട്ട് വന്നിരിക്കുന്ന കോഡ് കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് എൻ്റർ ചെയ്യുകയോ ആണ് ചെയ്യേണ്ടത്. ഇവിടെ വന്ന് എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി കോഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് എ ന്യൂ കോഡ് എന്നുള്ള അടിഭാഗത്തുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇവിടെ കാണുന്നത് ആദ്യം തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ്പോട്ടിലോട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെയുള്ള വീഡിയോ വെരിഫിക്കേഷൻ ആണ്. ഇവിടെ സെൽഫി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ മുഖം കാണിക്കണം. അപ്പോൾ പെർഫെക്റ്റ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം ഇവിടെ കാണുന്ന ആരോയിലോട്ട് നമ്മൾ മുഖം തിരിക്കുകയാണ് വേണ്ടത്. ഇവിടെ കാണുന്ന ആരോയിലോട്ട് മുഖം ഒന്ന് തിരിച്ച് കറക്റ്റായിട്ട് അവർ പറയുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പൊസിഷൻ യുവർ ഫേസ് ഇൻ ദ സർക്കിളിനകത്ത് വരുന്ന രീതിയിലായിട്ട് നമ്മൾ മുഖം പിടിക്കുക. അപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന വീഡിയോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ മുഖമൊക്കെ അനക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ
ആരോകൾ കാണിക്കുന്ന ഭാഗത്തോട്ടൊക്കെ നമ്മൾ മുഖം റൊട്ടേറ്റ് ചെയ്യുകയും പൊസിഷൻ കറക്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് വന്നുകൊണ്ട് നമുക്ക് വീഡിയോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് യുവർ വീഡിയോ സെൽഫി എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ റീടേക്ക് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും റീടേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം നമ്മളുടെ വീഡിയോ അവസാനമായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഹെൽപ്പ് ഡെസ്കിലോട്ട്. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന വീഡിയോയിലെ ഫൂട്ടേജസും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസിലെ ഫൂട്ടേജസും മറ്റും കൊണ്ടായിരിക്കും അത് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്ത് കൺഫേം ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മളുടെ ഫേസ് ID വെച്ചുകൊണ്ടുള്ള വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് 3 to 4 വർക്കിംഗ് ഡേയ്സിനകത്താണ് നമുക്ക് നമ്മുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു ഇൻ്റർഫേസ് വന്നിരിക്കുന്നത്. ഇവിടെ ഡൺ കൊടുക്കാം. ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് റെഡി ആവാറുണ്ട്. ചില സമയങ്ങളിൽ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ ടൈം എടുക്കാറുള്ളൂ. ചില സമയങ്ങളിൽ 3 മുതൽ 4 വരെ വർക്കിംഗ് ഡേയ്സിന് ഉള്ളിലായിരിക്കും വരുന്നത്. അപ്പോൾ സപ്പോസ് ചിലപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആവും. ചിലപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ എററോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടിങ്ങിന് ലാഗോ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും 3 to 4 ഡേയ്സിൽ നമുക്ക് ഇതിൻ്റെ റെസ്പോണ്ട് ലഭിക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ റെസ്പോണ്ട് ലഭിക്കുന്നത് ജിമെയിലോട്ടായിരിക്കും, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ജിമെയിലോട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം വി റിസീവ്ഡ് യുവർ റിക്വസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വീഡിയോ കൊടുത്തതിന് ശേഷം നമ്മളുടെ റിക്വസ്റ്റ് അങ്ങോട്ട് ചെന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 9:36-നാണ് ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ റിക്വസ്റ്റ്. ഇനി എപ്പോഴാണ് അതിൻ്റെ കൺഫർമേഷൻ വരുന്നത് എന്നുള്ളതും വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ജിമെയിലോട്ട് വന്നു കഴിഞ്ഞാൽ ജിമെയിലോട്ട് ഒരു വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. ഇൻസ്റ്റഗ്രാമിൽ യുവർ ഇൻഫർമേഷൻ ഈസ് കൺഫേംഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ബാക്കപ്പ് കോഡ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ആ ബാക്കപ്പ് കോഡ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബാക്കപ്പ് കോഡ് യൂസ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് റിക്കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ ID-യും അതേപോലെ തന്നെ പാസ്വേഡ് കൂടി എൻ്റർ ചെയ്യുക. പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കയറി വരാനായിട്ട് സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം ട്രൈ അനദർ വേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസ് ബാക്കപ്പ് കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 8 കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം അടിഭാഗത്ത് ട്രസ്റ്റ് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഭാഗത്ത് ടിക്ക് കൊടുത്തതിന് ശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ കോഡ് വരാനായിട്ട് അധികം താമസം ഉണ്ടായില്ല. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെയാണ് എനിക്ക് കോഡ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ടൈം നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ജിമെയിൽ കൊടുത്തിരുന്ന ടൈം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പം എനിക്ക് അക്കൗണ്ടിലോട്ട് ലോഗിൻ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുടെ ബാക്കപ്പ് കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോഡ് മറക്കുകയോ അല്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റിയെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.